ഹലോ, ഞാൻ ഇന്ന് ജർമ്മനിൽ സ്ട്രോബെറി പറിക്കാൻ പോവാ ട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയത്. ഇന്നത്തെ വെതർ അടിപൊളിയാണ്. കാരണം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊന്നും വേണ്ട. ഇതാണ് സ്ട്രോബെറി പറിക്കുന്ന സ്ഥലം. ഇവിടെയാണെങ്കിൽ കുറേ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത്ര എത്ര വേണേലും പറിച്ച് കഴിക്കാം. അതിന് പൈസയൊന്നും കൊടുക്കണ്ട. എന്നാ പിന്നെ നമുക്ക് വേണ്ടത്ര പറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ പറിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. നാട്ടിൽ കിട്ടുന്ന സ്ട്രോബെറി പോലൊന്നും അല്ല. സ്ട്രോബെറിയുടെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു കൊട്ടയുണ്ട്. ഈ ഒരു കൊട്ടയ്ക്കകത്താണ് ഈ സ്ട്രോബെറി പറിച്ചിടേണ്ടത്. ഈ കൊട്ടയ്ക്ക് ഏകദേശം 50 സെൻറ്റ്. നാട്ടിൽ ഏകദേശം 50-55 രൂപയോളം വരും. ഞങ്ങൾ ഏകദേശം 350 ഗ്രാമോളം സ്ട്രോബെറി പറിച്ചു. അപ്പം ഏകദേശം 2.5 യൂറോളം ആയി. ഏകദേശം നാട്ടിൽ 260 രൂപയോ. ഒത്തിരി ഒന്നും പറിച്ചില്ല, കുറച്ചേ പറിച്ചുള്ളൂ. ഇത് ജർമ്മനിലെ പൂച്ച കേട്ടോ. അപ്പം ഇത് ഈ സ്ട്രോബെറി വെച്ചിട്ടുള്ള ഓരോ സാധനവും വിൽക്കുന്ന ഒരു ഷോപ്പാണേ. ഇവിടെ എന്താണേലും അത് കൂടുതൽ സ്ട്രോബെറി പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇത് കണ്ടോ, ഇത് ഐൻകോഫ്റ്റാഷയാണ്. പിന്നെ സ്ട്രോബെറി കൊണ്ടുള്ള കേക്ക്സ്, പിന്നെ ഇവിടെ സ്ട്രോബെറി ജാം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇത് പിന്നെ സ്ട്രോബെറി വൈൻ, പിന്നെ ആൽക്കഹോൾ കിട്ടും ഇവിടെ. സ്ട്രോബെറി കൊണ്ടുള്ള ജ്യൂസ് കിട്ടും, ക്യാൻഡിൽസ്, പിന്നെ അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ്, അതുപോലെ കുറേ സ്ട്രോബെറി കൊണ്ടിട്ടുള്ള എല്ലാ സാധനവും കിട്ടും. പിന്നെ ഇത് ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ സ്ട്രോബെറി കൊണ്ടല്ല. ഇവിടെ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ നല്ല റേറ്റ് കുറവായിരുന്നു. ഇവിടെ നമ്മളാണെങ്കിൽ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ എന്തൊക്കെ എടുത്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് എടുത്തത് ഷ്നിറ്റ്സലാണ്. ഷ്നിറ്റ്സൽ എന്ന് പറഞ്ഞാൽ പോർക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അകത്തെ ഇറച്ചിയുടെ പോർക്കിൻ്റെ കുറച്ച് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാ ഒത്തിരി എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ തിരി പോലെ ഇരിക്കുന്നത് ഷ്പാഗലാണ്. ഷ്പാഗൽ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷ്പാഗലിൻ്റെ മലയാളം ഒന്നും എനിക്കറിയത്തില്ല, ഇവിടെ വന്നിട്ട്. അപ്പം ഞങ്ങൾ ഏകദേശം 14 യൂറോയുടെ ഫുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കഴുത ഉണ്ടായിരുന്നു. കഴുതക്കുട്ടീനെയൊക്കെ കണ്ട്, 2 കഴുതയുണ്ട് കണ്ടോ. കഴുതക്കുട്ടീനെയൊക്കെ കണ്ട് കുറച്ചൊക്കെ അതിനെ തൊട്ടു. ഞാൻ തൊട്ടപ്പോൾ അത് ഓടിപ്പോയി, അതിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ടാറ്റ പറഞ്ഞു. പിന്നെ മഴ വരുന്നുണ്ട് കണ്ടോ, അതുകൊണ്ട് നേരത്തെ വീട്ടിൽ